கட்சி நிதின்ற பேர்ல அடிச்ச கொள்ளைய ஒண்ணு ஒண்ணா கவர்மெண்டோட கஜானாக்குள்ளேயே கொண்டு சேர்த்துக்கிட்டே இருக்கிறாங்க. இப்பவும் சொல்றேன், மக்கள் பணத்துல இருந்து ஒரு பைசா கூட தொடமாட்டோம், தொடவும் விடமாட்டோம், தொட்டா விடமாட்டோம், இதுக்கு முன்னாடி தொட்டவங்களையும் விடமாட்டோம். அவங்க இருந்திருந்தா ஒரு ஆக்ஷன் பண்ணணும்னு எனக்கு தோணுச்சு. எல்லாரும் போயிட்டாங்க. பெர்மிஷன் பண்ணலாமா? இப்பவும் பண்ணலாம், ஒன்றும் தப்பு இல்லை. അഖിൽ മാരാർ ഉന്നയിച്ച ആരോപണത്തിന്റെ എന്തെങ്കിലും അടിസ്ഥാനം ഇപ്പോൾ ഉണ്ടോ? 100% അഖിൽ മാരാർ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എസ്എഫ്ഐയിലെ കള്ളത്തരമൊന്നുമല്ല. അതിനൊരു സാധ്യത, അതായത് ഫണ്ടിൽ ക്രമക്കേട് 262 കോടി രൂപ സഞ്ചിത ഫണ്ടിലേക്ക് ക്രമരഹിതമായി മാറ്റി. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ. ഭയങ്കര രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാനത് പറയാം. ഒന്നാമത്തെ കാര്യം, കള്ളപ്രചരണങ്ങളാണ് സർക്കാർ വന്ന് 1 മാസം ആകുന്നതിന് മുമ്പ് മുഴുവൻ നടത്തിയത്. KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യ യാത്ര നടപ്പാക്കി, ഇല്ലേ? ആ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ് ഓർഡിനറി ബസ്സല്ല സിറ്റി ബസ്സാക്കി മാറ്റിയെന്ന് പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. സിറ്റി ഫാസ്റ്റ് കള്ളപ്രചരണം, അതിന്റെ ഗ്രേസ് കളയാൻ വേണ്ടി. പിന്നെ വേറൊരു വാർത്ത, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഫീസ് കൂട്ടി UDF സർക്കാർ വന്ന ഉടനെ തന്നെ. വ്യാപകമായ പ്രചരണമാണ്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. എന്റെ പൊന്നെ, ലോകം മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സംസ്ഥാനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് മക്കളെ നമ്മുടെ കേരളവും അതോടൊപ്പം തന്നെ തമിഴ്നാടും. നമ്മുടെ ഇന്ത്യയിലെ 2 സ്റ്റേറ്റുകളാണ്. ഒരിടത്ത് ഭരിക്കുന്നത് നമ്മുടെ വിജയ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ ദളപതി. ഒരിടത്ത് ഭരിക്കുന്നത് നമ്മുടെ VD സതീശൻ. എന്റെ മക്കളെ, ഇവർ 2 പേരുടെയും ഭരണമാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ വിജയ് ആ നാടിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ രോമാഞ്ചം വന്നു പോകും. രോമാഞ്ചം, അതായത് രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണത്തിൽ കയറിയ അന്ന് തൊട്ട് അദ്ദേഹം ഇന്ന് വരെ ചെയ്തുകൊണ്ട് വരുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്ത് നല്ല വികസനം അവിടെ ചെയ്യുന്നതെന്ന്. ഇപ്പൊ അവസാനമായിട്ട് ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളികൾക്ക് അവര് എന്താ പറയുക, നല്ല ഇറച്ചി മീനും ഒക്കെ തിന്നോണ്ടിരുന്നവരല്ലേ, അങ്ങ് കട്ടാക്കി അവർക്ക് കഞ്ഞിയും പയറും ആക്കി. സ്കൂൾ കുട്ടികൾക്ക് ആ പണത്തില് അങ്ങോട്ട് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുക, അവരാണെങ്കിൽ അവർക്ക് ഈ പിന്നെ ഇറച്ചി മീനൊക്കെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അവിടെ മാറ്റി. കാരണം ഈ ജയിലിൽ കിടക്കുന്നവന്മാർക്കല്ല കൊടുക്കേണ്ടത്, പഠിക്കുന്ന കുട്ടികൾക്ക്. ആ ഒരു തിരിച്ചറിവ് ആ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ കേരളത്തിലേക്ക് വരാനുണ്ട്. കേരളത്തിലാണ് മക്കളെ വേറൊരു സംഭവങ്ങൾ നടക്കുന്നത്. എന്തൊക്കെയായിരുന്നു? പാവങ്ങളുടെ കയ്യിൽ നിന്ന് കുറെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മേടിച്ചിട്ട് ആ പണം എല്ലാം കൂടെ വക മാറ്റി ചെലവഴിച്ച കഥകളുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമുക്ക് നേരെ തമിഴ്നാട്ടിലേക്ക് പോകാം. തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിന്റെ മകനാണ് ഇന്നലെ നിയമസഭയിൽ വെച്ച് ഒരു സംഭവം അങ്ങോട്ട് പറയാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞതിന് ശേഷം അവർ നിയമസഭ വിട്ട് പുറത്തുപോയി. ആ സമയത്ത് ഈ പറയുന്ന മുഖ്യമന്ത്രി ഒരു പ്രസംഗത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അഴിമതി കാണിക്കുന്നവരുടെ അടിവേര് വരെ പറിച്ചു കളയുമെന്നാണ് ഈ പറയുന്ന നമ്മുടെ CM ആയിട്ടുള്ള ആര് പറഞ്ഞിരിക്കുന്നത്, വിജയ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്റ്റാലിൻ പറഞ്ഞ പല കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിജയ് പറഞ്ഞ കാര്യങ്ങളുണ്ട് മക്കളെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മക്കളെ, നമുക്ക് തന്നെ ഇങ്ങനെ രോമം എഴുന്നേറ്റ് നിൽക്കും. എന്തായാലും ഒന്ന് കേട്ടു നോക്കും. To remain silent in the face of evil is itself evil அப்படின்னு ஒரு பழமொழி உண்டு. அது யாருக்கு பொருந்ததோ இல்லையோ இந்த அரசுக்கு சரியாக பொருந்தது. ஆகவே முதல் வேலையா சட்டம் ஒழுங்கை காப்பாற்றுறதுக்கு முக்கியத்துவம் கொடுத்து இந்த அரசு நடவடிக்கை எடுக்கணும்னு கேட்டுக்கொள்கிறேன். அரசு சொல்றதா நினைச்சுக்கிட்டு நம்மள இன்டைரக்டா ஈவில் அப்படின்ற அந்த வார்த்தையை யூஸ் பண்ணாங்க. எனக்கு ஒன்னே சொல்லணும்னு தோணுது, ஈவில்ஸ்னு டெவில்ஸ் பேசக்கூடாது. പലപ്പോഴും ഈ പറയുന്ന ഉദയനിധി സ്റ്റാലിനും ഒക്കെ പറയുന്നത് ഈ പറയുന്ന വിജയ് സിനിമ ഡയലോഗ് മാത്രമേ അടിക്കത്തുള്ളൂ, അദ്ദേഹത്തിന് ഭരിക്കാൻ അറിയത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭരണം കണ്ടിട്ട് നാട്ടുകാരെല്ലാം കൈയടിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഒരു ഡയലോഗ് വൈറലായി വരികയും ചെയ്യുകയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ വൈറൽ ഡയലോഗ് ഒന്ന് കണ്ടുപോകും. என்ன பண்ணிட்டாங்க, எம்ஜிஆர் என்ன பண்ணிட்டாரு, எம்ஜிஆர் என்ன இது பண்ணிட்டாரு, 50 வருஷமா ஒரே டெக்னிக்கா, டெக்னாலஜி எல்லாம் மாறி வேற எங்கேயோ போயிட்டு இருக்கு. பஸ் கொஞ்சம் டெக்னிக்காச்சும் கொஞ்சம் மாத்தினா கொஞ்சம் நல்லா இருக்கும். அதனால மக்களுக்கு யூஸ்ஃபுல்லா இருக்கிற மாதிரி இந்த ஆக்கப்பூர்வமான கருத்துக்களோ ஆக்கப்பூர்வமான யோசனைகளோ இருந்தா சொல்லுங்க, அதை நாங்க டெஃபரெண்டா எடுத்துக்கிறோம். ஆனா அதை விட்டுட்டு இந்த நக்கலு நையாண்டி சம்பந்தம் இல்லாத பேச்சு இதெல்லாம் பேசிட்டு அப்புறம் முதல்வருக்கு பதில் சொல்ல தெரியல அப்படின்னா அப்புறம் என்ன சோஃபா மாடல் ஆட்சியா? அது என்னன்னு புரியறதுக்கு எனக்கு ரொம்ப நாள் ஆச்சு. இந்த சோஃபா செட்டு, டேபிள் சேரு, டீபாய், பர்னிச்சர் பிசினஸ் எல்லாம் வேற எங்கேயா வெளியில போய் பண்ண சொல்லுங்க.
அப்படி அந்த பிசினஸ் தான் பண்ணணும்னா நிறைய பிசினஸ் பண்ற மாதிரி வெளியில போய் பண்ண சொல்லுங்க, இங்க சட்டசபைக்குள்ள வேணாம். அதனால ആക്കപൂർവமான കരുത്തുകൾ இருந்தா சொல்லுங்க. ഡെഫിനറ്റാ അത് ശരിയാ இருந்தா നാங்க ഏத்துக்கிறோം. ഇവിടുത്തെ പോലത്തെ ഒരു പ്രതിപക്ഷമാണ് അവിടെ ഉള്ളത്. കാരണം ആവശ്യമുള്ള കാര്യങ്ങളല്ല പറയണത്. ഈ സോഫ സെറ്റിന്റെ കാര്യങ്ങളും മറ്റേ ഈ വിജയ് പറയുന്ന പോലെ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എടുക്കും, നമ്മൾ അത് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുമെന്നും വിജയ് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാലും വേറെ രീതിയിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയും നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങൾ ഇത് കേട്ടോ. ഇതാണ് മകനെ കേൾക്കേണ്ടത്. തമിഴ്നാട് നിയമസഭയിൽ എം കെ സ്റ്റാലിനെയും മകൻ ഉദയനിധിയെയും കടന്നാക്രമിച്ച മുഖ്യമന്ത്രി വിജയുടെ കുട്ടിക്കഥ. കൊളത്തൂർ മണ്ഡലത്തിൽ സ്റ്റാലിന്റെ തോൽവി സൂചിപ്പിച്ചായിരുന്നു പരാമർശം. ആരുടെയും ഔദാര്യത്തിലല്ല, ജനങ്ങളുടെ അനുമതിയോടെയാണ് സർക്കാർ രൂപീകരിച്ചതെന്നും വിജയ് തുറന്നടിച്ചു. எனக்கு ஒரு குட்டி கதை ஒன்று ஞாபகம் வருது, சொல்லாமா? ஒரு ஊர்ல ஒரு பெரியவர் வெயில் ரொம்ப ஜாஸ்தியா இருக்குன்னு சொல்லிட்டு கண்ணுக்கு மேல கை வச்சுக்கிட்டு இப்படி சுத்தி முத்தி தேடிக்கிட்டு இருந்தாராம். அப்ப கூட இருந்த ஒரு சின்ன பையன் என்ன தேடுறீங்க அப்படின்னு கேட்டானா. அதுக்கு அந்த பெரியவர் சொன்னாரா, அது ஒண்ணு இல்ல தம்பி, உங்க அப்பா இங்கதான் இருப்பாருன்னு சொன்னாங்க, அதான் தேடிக்கிட்டு இருக்கேன். எங்க உங்க அப்பாவையா காணோம்? இல்லங்க, எங்களுக்கும் நக்கலா நையாண்டியா சம்பந்தம் இல்லாத குட்டி கதை இதெல்லாம் எங்களுக்கும் பேச தெரியும். அந்த கதையில பெரியவர் அப்படி சொன்னாரா, தப்பா எடுத்துக்காதீங்க. அந்த கதையில பெரியவர் அப்படி கேட்டாரா. அதனால யாரும் இங்க ടെൻഷൻ ആവേണം. എന്തായാലും സ്റ്റാലിന് നല്ല രീതിയിലുള്ള ഒരു പരിഹാസമാണ് ഇവിടെ വിജയ് കൊടുത്തത്. ഓക്കെ, ഇനി പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി. ഒരുത്തനെയും മക്കളുടെ പൈസ, അതായത് ജനങ്ങളുടെ പൈസ അടിച്ചു മാറ്റി തിന്നാൻ സമ്മതിക്കത്തില്ലെന്നാ പറഞ്ഞത്. ഇതുപോലൊക്കെ സംസാരിക്കുന്ന മുഖ്യമന്ത്രിമാരുണ്ടോന്ന് നിങ്ങളൊന്ന് നോക്ക്, കണ്ടു നോക്ക്. ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? അതാണ് கட்சி நிதின்ற பேர்ல அடிச்ச கொள்ளைய ஒண்ணா கவர்மெண்டோட கஜானாக்குள்ளேயே கொண்டு சேர்த்துக்கிட்டே இருக்கிறாங்க. இப்பவும் சொல்றேன், மக்கள் பணத்துல இருந்து ஒரு பைசா கூட தொடமாட்டோம், தொடவும் விடமாட்டோம், தொட்டா விடமாட்டோம், இதுக்கு முன்னாடி தொட்டவங்களையும் விடமாட்டோம். അതാണ് ജനങ്ങളുടെ പൈസ തൊടാൻ വിടത്തില്ലെന്ന്. തൊട്ടവരെയും വിടത്തില്ല, മുമ്പ് തൊട്ടിട്ടുള്ളവരെയും ഇനി തൊടാൻ പോലും വിടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ജനങ്ങളുടെ പൈസ ജനങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് ആര്? വിജയ്. ഇതാണ് മോനെ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ആ ഒരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. ഇതാണ്, ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലയോ? കാരണം നമ്മുടെ പൈസ എടുത്തിട്ട് നമ്മുടെ മണ്ടയിൽ അധികാരം വെച്ച് അങ്ങ് പെരുമാറുന്ന ആൾക്കാരുണ്ട്. നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ നമ്മൾ അധികാരത്തിൽ കയറ്റുന്നത്. പക്ഷെ ഇവർ നമുക്ക് എന്ത് ചെയ്യും? അധികാരമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ, ഇവർ വോട്ട് കിട്ടി ജയിച്ചു കഴിയുമ്പോൾ ഇവർ നമ്മളെ അടിമകളാക്കും. അത് നടക്കത്തില്ല. മക്കൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ജനങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നാട്ടിൽ. അത് വിജയെ പോലെയുള്ള വി ഡി സതീശനെ പോലെയുള്ള മുഖ്യമന്ത്രിമാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവർ മുന്നിൽ നിന്ന് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ സല്യൂട്ട് കൊടുക്കാനാണ് തോന്നുന്നത്. ഓക്കെ, ബാക്കി ഒരു ആക്ഷനോടുണ്ട് മക്കളെ, അതുകൂടെ കാണാം. அவங்க இருந்திருந்தா ஒரு ஆக்ஷன் பண்ணணும்னு எனக்கு தோணுச்சு. எல்லாரும் போயிட்டாங்க. இல்ல பெர்மிஷன் பண்ணலாமா? இப்போ பண்ணலாம், ஒண்ணும் தப்பு இல்ல. തൂത്തുവാരി നല്ലൊരു ആക്ഷനാണ്, മൊത്തത്തിൽ തീർത്തു എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ പറയുന്ന വിജയ് ആക്ഷനിലൂടെ കാണിച്ചത്. എന്തായാലും കയ്യടി നേടിയ ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, ഇത് അവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മുടെ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നാലോ? കേരളത്തിൽ വരുമ്പോഴാണ് മക്കളെ അഴിമതിയുടെ കാര്യങ്ങൾ കാണുന്നത്. 10 വർഷം കൊണ്ട് അഴിമതി ചെയ്ത് ഭരിച്ച നമ്മുടെ പഴയ പിണറായി സർക്കാരിന്റെ അഴിമതിയെല്ലാം തുറന്നു കാണിക്കുകയാണ് ഇപ്പോൾ UDF സർക്കാരിന്റെ പണി. ഈ തൂഫാൻ പൊക്കത്തില്ലയോ, മയക്കുമരുന്നിനെ പൊക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ തൂത്തുവാരിക്കൊണ്ടിരിക്കുന്നു ഈ പറയുന്ന പഴയ ഗവൺമെന്റ് 10 വർഷം ഉണ്ടാക്കിയ അഴിമതികൾ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയൊരു അഴിമതിയാണ് CMR ഫണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പൈസ വഴിമാറ്റി ചെലവഴിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിനെക്കുറിച്ച് അഖിൽ മാരാർ കുടുംബ കോടതി എന്ന് പറയുന്ന 24 ചാനലിൽ അഖിൽ മാരാർ സംസാരിച്ചിരുന്നു. അന്ന് ആ വീഡിയോ വമ്പൻ ഹിറ്റായ ഒരു സംഭവമാണ്. അഖിൽ മാരാർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഈ ഒരു CMR ഫണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു കാര്യം കൂടെ കണ്ടു നോക്കുക. പക്ഷെ അഖിൽ മാരാർക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു ഫണ്ടിനെ നശിപ്പിക്കാൻ ആലോചിക്കുന്ന മുമ്പ്
ഒറ്റ ഫോൺ കോൾ ചെയ്താൽ മതി. കേരളത്തിന്റെ ഫണ്ടിനെ ഞാനെന്നല്ല ഒരു മനുഷ്യൻ വിചാരിച്ചാലും നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വിചാരിച്ചാൽ ഞാൻ ഇവരെ കാട്ടി എന്തോ വലിയ സംഭവമാണ് നിങ്ങൾ പറയുന്നത്. അത് വേറെ കാര്യം. പക്ഷേ ഒരൊറ്റ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിനെ സാധൂകരിക്കാൻ CMDRF കുറ്റം കണ്ടെത്താൻ അഖിൽമാർ അതിൽ കയറി ഒരു ശ്രമം നടത്തുന്നു. അത് പൊളിയുന്നു. അത് പൊളിഞ്ഞിട്ടും അഖിൽമാർ അതിൽ തന്നെ നിൽക്കുകയാണ്. ഒരു പൊളിഞ്ഞിട്ടില്ല. കാരണം ഇതിനകത്ത് ഫസ്റ്റ് കള്ളം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. എന്താ? ഒരു 4900 ചില്ലുവാനം കോടി രൂപ ഈ പറഞ്ഞ ആശ്മീർ തന്നെ പഴയ ഇൻട്രോയിലെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആടിനെ വിറ്റ പൈസയും പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും ഭിക്ഷ എടുത്ത പൈസയും മീൻ വിറ്റ പൈസയും എല്ലാം കൂടെ കൊണ്ട് ഈ മുഖ്യമന്ത്രി വിശ്വസിച്ച് ജനം കൊണ്ട് കൊടുത്തു. ഇതിന്റെ കണക്ക് എനിക്ക് കൊട്ടാരക്കര താലൂക്കിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കൊന്നും അറിയണം. ഞാൻ ഇനി കണക്കും ചോദിച്ച് വിവരാവകാശം ചോദിച്ച് പോകണം എന്ന് പറയുന്നതല്ല എന്റെ ശരി. അതാണ് ശരി. ഇവിടുത്തെ ഒരു ക്ലബിന്റെ പ്രസിഡന്റ് ഞാൻ ശരി. ഒരു ഭാഷ കരയോഗം പ്രസിഡന്റ് ആയിക്കോട്ടെ. ഞങ്ങളെല്ലാവരും പരിപാടി നടത്തിയിട്ടുള്ള ലാപ്ടോപ്പ് ആരോപണം 100% പൊളിഞ്ഞില്ല. എന്തുകൊണ്ട് പൊളിഞ്ഞില്ല? ഇവരിന് നാളെ കിടക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ഹൈക്കോടതി പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ നിലവിൽ ഫാക്ട് വെച്ചിട്ട് പറ. അഖിൽമാരാർ ഉന്നയിച്ച ആരോപണത്തിന്റെ എന്തെങ്കിലും അടിസ്ഥാനം ഇപ്പോൾ ഉണ്ടോ? 100% അഖിൽമാരാർ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. KSFയിലെ കളത്രമൊന്നുമല്ല. അഖിൽമാർ അതിനൊരു സാധ്യത. അതായത് പച്ചക്കള്ളം നിങ്ങൾ പറയുന്നത് പ്രൂവ് ചെയ്തോളാം. ഒന്നുകിൽ ഞാൻ പറയാൻ എനിക്ക് സമയം തരണം. അന്ന് ഹാഷ്മിയെ അഖിൽമാരാർ വെള്ളം കുടിപ്പിച്ചിരുന്നു. നിങ്ങൾ ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ കുടുംബ കോടതിയുടെ ഈ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരിക്കാം. വമ്പൻ ഹിറ്റായിട്ട് പോയ ഒരു എപ്പിസോഡ് തന്നെയാണിത്. അന്ന് അഖിൽമാരാരെ കുറ്റപ്പെടുത്തിയവരുണ്ട്, അഖിൽമാരാരെ ചേർത്ത് പിടിച്ചവരുണ്ട്. അന്ന് അഖിൽമാരാർ പറഞ്ഞ കാര്യം ശരിയെന്ന് വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്റെ പൊന്നുമക്കളെ 262.02 കോടി രൂപയാണ് വകമാറ്റി ചെലവാക്കിയിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചിക നിധി എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്കാണ് അതെടുത്തിട്ടിരിക്കുന്നത്. നമ്മളൊക്കെ എന്ത് പറയുന്നത്, ഈ ആടിനെ വിറ്റ കാശും ആ പൈസയൊക്കെ എടുത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടുകൊടുത്തതാ. ആ പൈസയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത കണ്ടു നോക്കി. പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ക്രമക്കേടെന്ന കണ്ടെത്തലുമായി CAG റിപ്പോർട്ട്. 262 കോടി സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിലേക്ക് മാറ്റിയെന്നാണ് CNAGയുടെ കണ്ടെത്തൽ. ധനക്കമ്മിയും റവന്യൂ കമ്മിയും കുറച്ചു കാണിക്കാനുള്ള നീക്കം നടന്നതായും CAG റിപ്പോർട്ടിൽ പറയുന്നു. വിജിൻ വായാന്തോട് വിശദാംശങ്ങളുമായി. വിജിൻ, CNAGയുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ അനുസരിച്ച് ഈ ദുരിതാശ്വാസ നിധി എങ്ങനെ വകമാറ്റി എന്നാണ് പറയുന്നത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ദുരിതാശ്വാസ നിധിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റി എന്നുള്ള കണ്ടെത്തലാണ് CAG റിപ്പോർട്ടിലുള്ളത്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.06 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റി എന്നുള്ള കണ്ടെത്തലാണ്. ഇതിന് പ്രധാന കാരണമായി പറയുന്നത് റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ച് കാണിക്കാനാണ്. അതായത് 262.06 കോടി രൂപ റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ച് കാണിക്കാനാണ് ഇത്തരത്തിലൊരു നീക്കം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായത് എന്നുള്ള കണ്ടെത്തലാണ് ഉള്ളത്. ഇതൊരു ഗുരുതരമായ കണ്ടെത്തലാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൊതുജനങ്ങളൊക്കെയാണ് സംഭാവന ചെയ്യുന്നത്. അതിന്റെ സുതാര്യത കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ ഉള്ളതാണ് നിലവിലെ CAG റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കിയെന്നുള്ള കണ്ടെത്തലുമുണ്ട്. ഓഫ് ബഡ്ജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് CAG ചെയ്യുന്നത്. ഇങ്ങനെ 39,230 കോടി രൂപയാണ് ഓഫ് ബഡ്ജറ്റ് കടബാധ്യതയായി വന്നിട്ടുള്ളത്. ജനങ്ങൾ അയച്ചു കൊടുത്ത പൈസയുടെ സുതാര്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു. ഇതിനെക്കുറിച്ച് അഖിൽ വളരെ കൃത്യമായിട്ടും അന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ സത്യമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോൾ VD സതീശൻ സർക്കാർ പുതിയ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്താണ്, നുണപ്രചരണങ്ങൾ നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ പേര് വന്നിട്ട് എന്തൊക്കെ നുണപ്രചരണങ്ങളാണ് നടത്തുന്നത് അറിയാവോ? പ്രിയദർശിനി ബസ്സിനെ കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ PM ശ്രീ പദ്ധതി, അതിനെക്കുറിച്ചും ഇപ്പൊ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഒപ്പിട്ടതൊക്കെ ആരാണെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഓക്കെ, എന്തായാലും ഇതിനെ പൊളിച്ചടുക്കി കൊടുക്കുന്നത് ഒന്ന് കണ്ടു നോക്ക് നമ്മുടെ VD സതീശൻ സാർ. അത് കാണാം. ഇനി ഭയങ്കര രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാനത് പറയാം. ഒന്നാമത്തെ കാര്യം, കള്ളപ്രചരണങ്ങളാണ് സർക്കാർ വന്ന് 1 മാസം ആകുന്നതിന് മുമ്പ് മുഴുവൻ നടത്തിയത്. KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യ യാത്ര നടപ്പാക്കി ഇല്ലേ? ആ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ് ഓർഡിനറി ബസ്സല്ല സിറ്റി ബസ്സാക്കി മാറ്റിയെന്ന് പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. സിറ്റി ഫാസ്റ്റ് കള്ളപ്രചരണം, അതിന്റെ ഗ്രേസ് കളയാൻ വേണ്ടി. പിന്നെ വേറൊരു വാർത്ത, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഫീസ് കൂട്ടി UDF സർക്കാർ വന്ന ഉടനെ തന്നെ. വ്യാപകമായ പ്രചരണമാണ്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. ഇത് വെച്ചോ, ഞങ്ങളല്ല കൂട്ടിയത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 1 രൂപ കൂട്ടിയിട്ടില്ല. എന്താണ്, തൂഫാൻ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റാഫിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ച ഒരാളെ സ്റ്റാഫാക്കി. പച്ചക്കള്ളല്ലേ പ്രചരിപ്പിച്ചത്? അങ്ങനത്തെ ഒരാളെ സ്റ്റാഫിനെ വെച്ചിട്ടില്ല. ഞാനും ആഭ്യന്തരമന്ത്രിയും കൂടി ഇരുന്ന് ചിരിക്കുക. കാരണം അദ്ദേഹം തരുന്ന പ്രപ്പോസൽ ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് വന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ അദ്ദേഹം തന്നിട്ടുമില്ല, ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടില്ല. ഇല്ലാത്ത കഥ. വൈസ് ചാൻസലർമാരെ RSS പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിനെ ശക്തമായി വിമർശിച്ചു. ഞാൻ വിമർശിച്ചു.
തെറ്റാണ്. വൈസ് ചാൻസലർമാരുടെ പദവിക്ക് ചേർന്നതല്ല. സംഘപരിവാറിന്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്ത് ഞാൻ വിമർശിച്ചു. വിമർശനം മാത്രം പോരാ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തു. അത് തെറ്റാണെന്ന് പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിനെ ന്യായീകരിച്ചു. ഒരു പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പോകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. അതിലൊരു വൈസ് ചാൻസലർ CPM അനുഭാവിയായിട്ടുള്ള ഒരാളായിരുന്നു. അതിനെ വിമർശിച്ചില്ല എന്നും മാത്രമല്ല അതിനെ ന്യായീകരിക്കൂടെ ഒരു തെറ്റുമില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇപ്പോഴത്തെ മയക്കുമരുന്ന് വേട്ട പോലെ LDF സർക്കാരിന്റെ 10 വർഷത്തെ അഴിമതികൾ തുറന്നു കാണിക്കുകയാണ് ഇപ്പോൾ UDF സർക്കാർ ചെയ്യുന്നത്. അപ്പോഴെന്താണ് ഇതുപോലെയുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷത്തിരുന്ന് പ്രതികരിക്കേണ്ടത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ എന്താ പറയുക, റോഡിൽ കിടക്കുന്ന വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് ഇത് വെച്ചാ CTA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണങ്ങൾ കാണിക്കുക, ടിഷ്യൂ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുക, ഈ ഒരു രീതിയിലൊന്നും നടക്കത്തില്ല. കുറെ കൂടെയൊക്കെ മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു. ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യുക. അവിടെ കണ്ടോ നമ്മുടെ തമിഴ്നാട്ടില് വിജയ് ചെയ്യുന്നത്. അതുപോലെ തന്നെ VD സതീശൻ സാർ ഓരോ കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ ചെയ്യുന്നതിൽ തെറ്റുള്ളത് ചൂണ്ടിക്കാണിക്കുക, അല്ലാതെ എല്ലാത്തിനും കൊണ്ടുവന്നിട്ട് അന്ന് ഇടങ്കോലിടുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അത് ജനങ്ങൾക്ക് കിട്ടേണ്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളും പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന കാര്യങ്ങളിലേക്ക് എന്തിനാ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യാൻ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും